കൊടുത്ത വാക്ക് പാലിച്ചു. ഗാസയിൽ ഹമാസ് ചരിത്രമായി. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് വാർത്തയാണ് പുറത്തു വരുന്നത്. യുദ്ധത്തിന്റെ അന്തിമ ഫലം പുറത്തു വരുമ്പോൾ ഗാസയിൽ ഹമാസിന്റെ സമ്പൂർണ്ണ അന്ത്യം. 20 കൊല്ലം നീണ്ട ഗാസ ഭരണം അവസാനിപ്പിച്ച് ഹമാസ് വിടവാങ്ങി. ഹമാസ് മീഡിയ ഓഫീസ് മേധാവി ഇസ്മായിൽ അൽ തവാബ്ത സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പോരാട്ടം ജയിച്ച് ലോകത്തിന് നൽകിയ വാക്ക് നിറവേറ്റിയിരിക്കുകയാണ് യുദ്ധനായകൻ ബെഞ്ചമിൻ നെതന്യാഹു. ഇറാൻ യുദ്ധത്തിനിടയിലും ഗാസയിൽ പൊരിഞ്ഞ യുദ്ധമാണ് അരങ്ങേറിയിരുന്നത്. ഹമാസിനെ പൂർണ്ണമായും കൊന്നൊടുക്കി. ഇനി ഹമാസ് എവിടെയാണെന്ന് പരിശോധിക്കണം. ചരിത്ര വിജയത്തിനാണ് ഇസ്രായേൽ സാക്ഷ്യം വഹിക്കുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ഗാസ മുൻപ് ഭരിച്ചുകൊണ്ടിരുന്ന ഭരണസമിതി പിരിച്ചുവിട്ടതായി പലസ്തീൻ സംഘടനയായ ഹമാസ് പ്രഖ്യാപിച്ചു. സിവിൽ ഭരണം നടപ്പിലാക്കുന്നതിനായി ഒരു ടെക്നോക്രാറ്റിക് കമ്മിറ്റിക്ക് അധികാരം കൈമാറുന്നതിന്റെ ഭാഗമായാണ് ഈ നിർണായക നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ. ഹമാസ് ഗവൺമെന്റ് കമ്മീഷൻ തലവൻ തന്റെ രാജി സമർപ്പിച്ചതായി ഭരണപരമായ മാറ്റങ്ങൾ കമ്മിറ്റി പിരിച്ചുവിടാൻ തീരുമാനിച്ചതായും ഹമാസ് മീഡിയ ഓഫീസ് മേധാവി ഇസ്മായിൽ അൽ തവാബ്ത സ്ഥിരീകരിച്ചു. നാഷണൽ കമ്മിറ്റി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗാസ എന്ന പുതിയ സമിതിയായിരിക്കും ഇനി ഗാസയുടെ ഭരണം നിർവഹിക്കുക. 2025 ഒക്ടോബറിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഹമാസും ഇസ്രായേലും തമ്മിൽ ഒപ്പിട്ട വെടിനിർത്തൽ കരാറിന്റെയും സമാധാന ഉടമ്പടിയുടെയും ഭാഗമായാണ് ഈ സമിതി രൂപവൽക്കരിച്ചത്. 2006 തിരഞ്ഞെടുപ്പിന് ശേഷം 20 വർഷമായി ഗാസയിൽ ഹമാസ് ആണ് ഭരണം നടത്തുന്നത്. പുതിയ ഭരണമാറ്റത്തോടെ ഗാസയിലെ ഭരണപരമായ ചുമതലകളിൽ നിന്നും ഹമാസ് ഭരണപരമായി പിന്മാറും. അധികാര കൈമാറ്റം നടക്കുമെന്നതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നിലവിൽ ലഭ്യമായിട്ടില്ല. കരാറിലെ ചില വ്യവസ്ഥകളെ ചൊല്ലി ഇസ്രായേലും ഹമാസും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തുടരുന്നതാണ് ഇതിന് കാരണം. ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കുക, ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായും പ്രകാശിപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങളിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. കൂടാതെ പുതിയ ഭരണസമിതിയായ NCAG അംഗങ്ങൾ മാസങ്ങളായി ഗാസയിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്നും ഇസ്രായേൽ തടയുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഗാസയിലേക്കുള്ള ആവശ്യ സഹായങ്ങൾ എത്തിക്കുന്നതിനും തർക്കങ്ങൾ തടസ്സമാകുന്നുണ്ട്. അതേസമയം മാസങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിക്കപ്പെട്ട വെടിനിർത്തൽ കരാറും വെറും പ്രഖ്യാപനങ്ങളായി തുടരുമ്പോൾ ഗാസയിലെ ജനജീവിതം നഗരതുല്യമായി തുടരുകയാണ് ചെയ്തിരുന്നത്. ദീർഘകാല സമാധാനത്തിനായി ശ്രമിക്കുന്നുണ്ടെന്ന് US-ഉം ഇറാനും അവകാശപ്പെടുമ്പോഴും ഗാസയിലെ ജനങ്ങൾ ജീവിക്കുന്നത് അവിശ്വസനീയമായ ദുരിതങ്ങളിലാണെന്ന് US ചാനലായ CNN റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒക്ടോബറിലാണ് ഇസ്രായേലും ഹമാസും തമ്മിൽ 2 ഘട്ടങ്ങളായുള്ള സമാധാന കരാറിൽ ഒപ്പുവെച്ചത്. വ്യവസ്ഥകൾ പരസ്പരം ലംഘിച്ചതായാണ് ഇരുവിഭാഗവും കുറ്റപ്പെടുത്തുന്നത്. ഗാസയുടെ 70%-ലധികം പ്രദേശങ്ങളുടെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു. ഇതിനിടയിൽ ഹമാസ് ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകാതെ വീണ്ടും ശക്തമായി തിരിച്ചു വരികയായിരുന്നു. വെടിനിർത്തൽ കരാർ ഒപ്പിട്ടതിനു ശേഷം മാത്രം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 1059 പേർ കൊല്ലപ്പെടുകയും 3429 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. ഒക്ടോബറിന് ശേഷം പ്രതിദിനം ശരാശരി 1 കുട്ടി എന്ന നിലയിലാണ് ഗാസയിൽ ജീവൻ പൊലിയുന്നത്. ഗാസയിലെ കുട്ടികളെ ബോധപൂർവ്വം ലക്ഷ്യമിടുന്നതിലൂടെ ഇസ്രായേൽ വംശഹത്യ തുടരുകയാണെന്ന് UN കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. ഗാസയിലെ ജനസംഖ്യയുടെ 90%-ലധികം ഭവനരഹിതരാണ്. താൽക്കാലിക കൂടാരങ്ങളിലാണ് മാസങ്ങളായി ഇവരുടെ താമസം. ശുചിമുറികളുടെ അഭാവം മൂലം കടുത്ത മാലിന്യങ്ങൾക്ക് നടുവിലാണ് ഇവരുടെ താമസം. കൂടാരങ്ങളിൽ എലികളും പാറ്റകളും മറ്റ് കീടങ്ങളും പെരുകി. ഉറങ്ങിക്കിടക്കുന്ന കൊച്ചുകുട്ടികളെയും മുതിർന്നവരെയും ഇവ കൂട്ടത്തോടെ ആക്രമിക്കുന്നതായും അന്താരാഷ്ട്ര സംഘടനയായ മെഡിക്കൽ എയ്ഡ് ഫോർ പാലസ്തീനിയൻസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ദുരിതാശ്വാസമായി ലഭിക്കുന്ന അരിയും ഗോതമ്പും എലികൾ കാർന്നു തിന്നുന്നത് തടയാൻ ഭക്ഷണപ്പൊതികൾ കൂടാരങ്ങളുടെ മേൽക്കൂരയിൽ കെട്ടിത്തൂക്കേണ്ട അവസ്ഥയിലാണ് പലസ്തീനുകൾ. തകർന്നടിഞ്ഞ കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും 5000-ലധികം മൃതദേഹങ്ങൾ ചീഞ്ഞഴുകിയ നിലയിലുണ്ടെന്നും CNN റിപ്പോർട്ട് നൽകുന്ന വിവരം. ഒക്ടോബറിൽ ശേഷം 784 മൃതദേഹങ്ങൾ മാത്രമാണ് അധികൃതർക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞത്. 7500-ലധികം ആളുകളെ കുറിച്ച് ഇപ്പോഴും വിവരമില്ല. DNA ടെസ്റ്റിംഗ് കിറ്റുകളുടെ അഭാവം മൂലം അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ലഭിക്കുന്ന മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത സ്ഥിതിയാണ്. യുദ്ധം കാരണം ഗാസയിലെ തൊഴിലില്ലായ്മ നിരക്ക് 85.1% ഉയർന്നതായി ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ വ്യക്തമാക്കിയിരുന്നു. യുദ്ധത്തിന് മുൻപ് ഇത് 45%. ഇത്തരം ഒരു കടുത്ത സാഹചര്യത്തിലും തങ്ങളുടെ അതിജീവനത്തിന്റെ കഥകൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞ് പ്രതീക്ഷ കൈവിടാതെ പോരാടുകയാണ് ഗാസയിലെ പുതിയ തലമുറ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.